ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുക്കോളം നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം നീച്ചേക്കിനെ നോക്കിയത് ഫോണിലേക്കാണ്. കാരണം കുട്ടികൾക്ക് മദ്രസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ പഴയ മാതിരി അല്ലല്ലോ, മഴ പെയ്താൽ തന്നെ മദ്രസ ഉണ്ടാവില്ല, സ്കൂൾ ഉണ്ടാവില്ല. നമ്മളൊക്കെ പഠിച്ചെന്നുള്ളൊരു മഴ എന്തേനും, എത്ര മഴ ഉണ്ടായെങ്കിലും കാറ്റും കുട പാറിപ്പോവലും അത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കളക്ടർമാരൊക്കെ അന്ന് എവിടെയാവോ. മദ്രസ ഇല്ല, സ്കൂളില്ല, പണിക്ക് പോണവർക്ക് പണിയില്ല, ഓഫീസുകളും എല്ലാ സ്ഥാപനങ്ങളും ഒഴിവാണ്. പക്ഷെ നമ്മളെ സ്ഥാപനത്തിന് ഒരു റെസ്റ്റും ഇല്ല. ഇവിടെ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ സ്ഥാപനം കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യലാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഒന്ന് കൂട്ടി അടിച്ച് കണ്ടതാ നമ്മൾ കേക്കിൻ്റെ പണിക്കായിട്ട് നിന്നക്കണോ. കേക്ക് ചെറിയൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിപ്പോൾ തലേ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിനു. തലേ ദിവസം ചെറിയ പറഞ്ഞയച്ച് കണ്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനിതാ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവച്ചലുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം ഞാൻ കൊണ്ടുവരുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. നമ്മൾ വലിയൊരു ഹോം ബേക്കറൊന്നുമല്ല, ഒരു കുഞ്ഞു ഹോം ബേക്കറാണ്. അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്നും കാണിക്കണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ സ്പോഞ്ചൊക്കെ കാണുമ്പോൾ എന്താ അറിയില്ല, അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നിട്ട് ഈ കേക്കൊക്കെ കണ്ടാൽ. അത് ഞാൻ ഉണ്ടാക്കിയ കേക്കായിട്ടല്ല, ആര് എവിടെ കേക്ക് ഉണ്ടാക്കിയാലും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ അറിയില്ല, ഈ കേക്കിനോട് എനിക്ക് ഭയങ്കര ഒരു പ്രേമം പോലെയാണ്. അതങ്ങനെയാണല്ലോ, നമ്മളൊരു സാധനത്തിനോട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലോ. അതേപോലെ എനിക്കിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഇതിലേക്ക് ബ്ലാക്ക് കളറുള്ള ക്രീമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു തുള്ളി ക്രീമിലേക്ക് എത്രങ്ങാനൊരു ഡ്രോപ്പ് ആഡ് ചെയ്തേരാണ് ഈ ഒരു ബ്ലാക്ക് കളർ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഓർഡർ ചെയ്യണ ഏതൊരു കസ്റ്റമറും ശ്രദ്ധിക്കുക, ഇത്രയും ഡാർക്കായിട്ടുള്ള കളറ് പറയാതിരിക്കുക. ഇത് പിന്നെ പറഞ്ഞാൽ ഒന്നായിട്ട് കൊടുക്കണില്ല, ചെറിയ ഹാർട്ട് മാത്രം വരച്ചു കൊടുക്കണുള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. ഈ ഒരുപാട് ഡാർക്ക് കളറൊക്കെ പറയുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണ കേക്കാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഡാർക്ക് കളറൊന്നും എനിക്കങ്ങനെ കൊടുക്കണത് ഇഷ്ടമില്ല. ഇതിപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മകളെ ഓർഡർ തന്നൊരു കേക്കായിരുന്നു. ഓൾ തന്നെ അതിൻ്റെ ഡിസൈനും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ചെറിയ ഹാർട്ടായി ഞാൻ വരച്ചു കൊടുത്തിരിക്കണത്. ക്രീം തനി വെള്ളമല്ല കേട്ടോ, ചെറിയൊരു ഓഫ് വൈറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഡാർക്ക് കളറൊക്കെ പറയണ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്, അത്ര കളർ നല്ലതല്ല എന്നുള്ളത്. ഫുഡ് ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യണത്, അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു സാധനമാണ് കേക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണ്ടേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പിന്നെ ഓല ഇഷ്ടമാണ്. ഇത്രയും ക്രീമിലൊക്കെ കളർ ആഡ് ചെയ്യുമ്പോൾ ഒരു കയ്പും ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിന് കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഈ കേക്ക് ഈ ഒരു ഡിസൈനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് പറയാൻ മറക്കല്ലേ. എനിക്കൊരുപാട് ഇഷ്ടമായിട്ട് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ. കേക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞ് അത് പാക്കാക്കിക്കാണ്ട് അതങ്ങോട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ പിന്നെ ഓല് വിളിക്കുമ്പോൾ അതും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കണ്ട് പാക്കാക്കി വെച്ചാൽ പിന്നെ പണിയില്ലല്ലോ. അപ്പോൾ ഇന്ന് സ്കൂളും മദ്രസും ഒഴിവായതുകൊണ്ട് തന്നെ ഇപ്പം കുട്ടികളൊക്കെ കുളത്ത് ചാടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഓല് പോയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ വേറെയുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അടുക്കളയിൽ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണമല്ലോ. ഓല് പൈച്ച് കാണ്ട് വണ്ടി വരുമല്ലോ, അപ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു കണക്കിന് സ്കൂളുള്ളതാട്ടെ നല്ലത്, അല്ലെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ ചാടാനൊക്കെ പോക്കുണ്ടാവും. ഇന്നിപ്പോൾ എൻ്റെ ആപ്പാൻ്റെ മോനെ കർമ്മത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെന്ന് കറി വെക്കണത്. ഇതാണ് ഒരു സിമ്പിളായിട്ട് ഉപ്പിട്ട് വെക്കുകയാണ്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ കാണിച്ചിട്ടില്ല. എല്ലാ പണിയും കഴിഞ്ഞതാണ്, നമ്മൾ ചോറ് വിളമ്പുകയാണ്. ഓരൊന്നും കുളത്ത് ചാടാൻ പോയി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യക്ക് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. മീനിന്ന് കിട്ടിയിരിക്കണത് അടവാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ കിടന്ന് നീച്ച് വന്നപ്പോൾ നല്ല മഴ നിൽക്കണമെന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം നല്ലൊരു ചായ, അടിപൊളി ചായ ഓല് കുളത്തിലൊക്കെ ചാടിയൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കിക്കണു. നല്ല പാൽ ചായ ഉണ്ടാക്കിക്കണത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നല്ലൊരു ഫ്ലോയിലാണ് പാർന്നതാണ്. അത് ലാസ്റ്റ് അവിടെയൊക്കെ പോയിട്ടാണ് ഞാൻ നോക്കണത്. ക്യാമറയ്ക്കാണ് കേട്ടോ, ഇതിൽ ശരിക്കും ഒഴിച്ചിന് കാണുന്നുണ്ടോ എന്ന് നോക്കിക്കാണ്ട് പാർന്നത് ഫുള്ളും ഇതേപോലെ റേക്കുമ്മലൊക്കെ പോയി. നല്ല മഴ പെയ്യുമ്പോൾ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടാക്കാനിട്ട് മടിയും, ഭയങ്കര തണുപ്പ്. അപ്പോൾ അടുക്കളയ്ക്കൊക്കെ പോകാൻ ഭയങ്കര മടിയിട്ടാണ്. ഏതായാലും ചെറിയ ഓലും കുളത്തൊക്കെ ചാടി വന്നപ്പോൾ ഓല് സമൂസയും കൊക്കവടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉണ്ടാക്കാതെ തിന്നണ കടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. അത് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്കുണ്ട് കേട്ടോ.
ഞാൻ ഉണ്ടാക്കി പൊരിക്കടിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കി മടുത്തുകാണ്ട് തിന്നുമ്പോൾ അതിനൊരു ഇത് കിട്ടൂല കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാതെ ഇങ്ങനെ തിന്നല്ലേ, അപ്പോൾ നല്ല രസമാണ്. നല്ല മഴയും നല്ല ചൂടുള്ള സമോസയും കട്ട്ലേറ്റും നല്ല അടിപൊളി പാൽച്ചായയും കൂട്ടിക്കാണ്ട് എല്ലാവരും കൂടി സിറ്റ് ഔട്ടിൽ ഇരുന്ന് കാണ്ടാണ് കുടിക്കണത്, ഈ മഴയും കണ്ടുകാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്